സ്വകാര്യ സർവകലാശാല ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നു. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്, അതിന് അനുമതി നൽകുന്നു. ദിവിഷ്, സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിന് നേരത്തെ CPM തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശയം തന്നെ വന്നത്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വന്നപ്പോൾ CP ചില വിഷയങ്ങളിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യൽ ക്യാബിനറ്റ് ചേർന്നത് തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ്. ഡിജിറ്റൽ തസ്തിക ഒഴിവാക്കിക്കൊണ്ടുള്ള കരട് ബില്ലിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകിയിരിക്കുന്നു. ഇനി ഈ കരട് ബില്ല് തയ്യാറായിരിക്കുന്നു. 13-ാം തീയതി ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ 13-ാം തീയതി ഈ ബില്ല് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സംവരണം പാലിച്ചുകൊണ്ട് തന്നെ ഓരോ കോഴ്സിനും ചുരുങ്ങിയത് 15% സീറ്റ് SC വിഭാഗത്തിനും 5% ST വിഭാഗത്തിനും സംവരണം ചെയ്യണമെന്ന നിർദ്ദേശമുണ്ട്. പിന്നെ ആക്ടിന് വിരുദ്ധമായി സർവകലാശാല പ്രവർത്തിക്കുന്നുവെന്ന് പരാതി ലഭിച്ചാൽ 2 മാസത്തിനുള്ളിൽ സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാതിരിക്കുന്നതിന് കാരണം കാണിക്കുന്ന നോട്ടീസ് നൽകാം. വ്യവസ്ഥയുടെ ലംഘനമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണത്തിന് സർക്കാരിന് ഉത്തരവിടാം. ഇതുപോലെ തന്നെ സർവകലാശാലയുടെ ഭരണപരമായോ സാമ്പത്തികപരമായോ ഉള്ള വിവരങ്ങൾ റെക്കോർഡുകളും എല്ലാം വിളിച്ചു വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. അതേസമയം തന്നെ ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല എന്നാണ് കരട് വ്യവസ്ഥയെന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അധ്യാപന നിയമനത്തിനും ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള വിയോജിപ്പുകളെല്ലാം തന്നെ നിയമസഭയിൽ വരുമ്പോൾ വരും. അത് സ്വാഭാവികമായും നിയമസഭയിലെ ബില്ലിന്റെ ചർച്ചാ സമയത്തായിരിക്കും ഇക്കാര്യങ്ങളിൽ വിശദമായ ചർച്ചയിലേക്കെല്ലാം കടക്കുക. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ചും സർക്കാരിന് നിയന്ത്രണം വളരെ പരിമിതമായിരിക്കുമെന്നതാണ് കാര്യം. പ്രശാന്ത്, ഇത് കാലങ്ങൾക്ക് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മേളനങ്ങളൊക്കെ നടന്നപ്പോഴുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊക്കെ വഴിമാറുന്നു, മാറ്റങ്ങൾക്ക് സർക്കാർ തയ്യാറാകുന്നു. മാറ്റങ്ങൾക്ക് സർക്കാർ തയ്യാറായിക്കൊണ്ടാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തിലേക്ക് വരികയും അത് നടപ്പാക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ മുന്നണിക്കകത്തുള്ള കക്ഷികളുടെ ഇപ്പോൾ പ്രധാന കക്ഷിയായ CPIക്ക് തന്നെ പല എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, കാർഷിക സർവകലാശാലയാണെങ്കിലും വെറ്റിനറി സർവകലാശാലയെല്ലാം ഈ കൃഷി വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ഒക്കെ നിയന്ത്രണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരം സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ CPI ഭരിക്കുന്ന വകുപ്പുകളിലെല്ലാം തന്നെ ഇതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകും. അതാണ് അവരുടെ എതിർപ്പുകളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വ്യത്യസ്തമായ ഈ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള എതിർപ്പുകൾ വരുന്നതും ഇന്നിപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് CPIയുടെ എതിർപ്പുകൾ ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ബില്ല് കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് ഇനിയും എതിർപ്പുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ ഭേദഗതികൾ അതോടെയാണ് കരട് നിർദ്ദേശം വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. ഇത് പുറമെ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രഗത്ഭ വിദ്യാഭ്യാസ വിചക്ഷണ എന്നിവർ അംഗങ്ങളായിരിക്കും. അക്കാദമിക് കൗൺസിലിന് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അസോസിയേറ്റ് പ്രൊഫസർ പദവിയിൽ താഴെ അല്ലാത്ത 3 പേർ ഉണ്ടായിരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളുണ്ട്. കൂടുതൽ വിശദമായ ഒരു കരടിന്റെ രൂപം നമുക്ക് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് സാധ്യത തുറക്കാവുന്ന ഒരു തീരുമാനമാണ് സ്വകാര്യ സർവകലാശാലകളെന്ന് അതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നു. അധ്യാപക നിയമനത്തിലടക്കം അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം വളരെ പരിമിതമായിരിക്കുമെന്നതാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരം ആശയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടാണ്. പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് സംവിധാനങ്ങൾ പോകുന്നു. പക്ഷേ നല്ല നിലയ്ക്ക് അർഹരായവർക്ക് പഠനത്തിനും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുങ്ങുക കൂടിയാണ് ഇതിലൂടെ വേണ്ടത്.